200 രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? ഇല്ലെങ്കിൽ വേണ്ട. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പുതിയത് നിങ്ങൾ ഉപയോഗിച്ചാൽ 500 രൂപയിൽ താഴെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രീ. വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസമാണെങ്കിലും അല്ലെങ്കിലും ഇതൊന്ന് കണ്ടു നോക്ക്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള പേപ്പറാണ്. കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലെ കുമ്പിൾ കുത്തിയെടുക്കണം. കട്ടിയുള്ള പേപ്പറിൽ ഇനി വീട്ടിലില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ ഇനി കാശ് മുടക്കണ്ട. കാശ് മുടക്കില്ലാത്ത നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. എന്നിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിന് മുകളിലേക്ക് വെക്കുക. ട്രീയുടെ സ്റ്റാൻഡിന് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മൾട്ടി കളർ മാല ബൾബുകളാണ്. ഞാൻ ഇവിടെ 2 മാല ബൾബുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വാങ്ങിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബൾബുകൾ തമ്മിലുള്ള അകലം കുറവുള്ള മാല ബൾബുകൾ വേണം നമ്മൾ വാങ്ങിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റി വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഗ്യാപ്പ് കൂടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയില്ലാതെയായി പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് മാല ബൾബാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി വേറെ എവിടെയെങ്കിലുമൊക്കെ ഇടാമല്ലോ എന്നോർത്ത് ചെയ്തതായിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ വൃത്തികേട് മനസ്സിലായത്. അതുകൊണ്ടാണ് 2 സെറ്റ് ബൾബുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഇനി ഈ ട്രീയിലേക്ക് സെറ്റ് ചെയ്യണം. ട്രീ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിലേക്ക് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ട്രീയുടെ മേൽഭാഗത്തു നിന്നാണ് സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മേളിലേക്കൊക്കെ 2-3 ബൾബുകൾ ഒന്നിച്ച് നിർത്തിയിട്ട് വേണം ഒട്ടിച്ച് തുടങ്ങാൻ. എന്നിട്ട് മേളിൽ നിന്ന് താഴേക്ക് പതിയെ ചുറ്റി കൊണ്ടുവരണം. മേളിൽ നിന്ന് താഴേക്ക് ചുറ്റി വരുവാനാലത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഉള്ള മാലകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രീയുടെ അടിവശത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് പവർ സപ്ലൈ കൊടുക്കാനാണെങ്കിലും അതിൻ്റെ പിന്നെ താഴെ നിന്ന് നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റും. മേളിലേക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാകും. പിന്നെ ട്രീയുടെ മേളിലേക്കുള്ള വയറൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് മേളിൽ നിന്ന് താഴേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചോട്ടി കൊണ്ടുവന്നിട്ട് പവർ സപ്ലൈ കൊടുക്കാനുള്ള സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ചുറ്റി വരുമ്പോൾ ഈ ബൾബിൻ്റെ ഗ്യാപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി വേണം ചെയ്തു വരാൻ. ബൾബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ ഒട്ടിച്ച് നടത്തേണ്ടി വരും ചിലപ്പം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താലേ, അല്ലെങ്കിൽ പിന്നെ ലൈറ്റ് തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗ്യാപ്പ് ഒരുപാട് കാണിക്കും. അപ്പം ബ്ലാക്കായിട്ടൊക്കെ ചില ഭാഗങ്ങളൊക്കെ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുമ്പം അത് ഭംഗിക്കുറവ് വരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം. ബൾബ് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കി വേണം സെറ്റ് ചെയ്യാൻ. ഈ പണികളൊക്കെ ചെയ്യുന്നത് ഞാൻ രാവിലെയാണേ, എന്നാലേ പണികളൊക്കെ നടക്കുള്ളൂ. അല്ലെ പണിക്കാരുടെ എണ്ണം കൂടും. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇതിപ്പം നമ്മൾ ആദ്യത്തെ ഒരു മാല ഏതാണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ബൾബുകൾ തമ്മിൽ ഇച്ചിരി അകലമുള്ളത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ 2ാമത്തെ മാലയും ഉപയോഗിക്കാൻ എന്ന് തീരുമാനിച്ചത്. ഇത് പച്ച ട്രീക്ക് പച്ച ബൾബ് മാത്രം മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു മാല പച്ച തന്നെ വാങ്ങിച്ചതായിരുന്നു. ഇപ്പം ചുറ്റുന്നത് മൾട്ടി കളറാണ്. ഇതിപ്പോൾ നമ്മൾ ചുറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമമായിട്ടൊന്നും ചുറ്റുന്നില്ല. നമ്മൾ ബൾബുകളുടെ ഗ്യാപ്പ് നോക്കിയിട്ട് ആ ഗ്യാപ്പ് കൂടുതലുള്ളിടത്ത് മാത്രമാണ് ചുറ്റിയെടുക്കുന്നുള്ളൂ. ഈ മാലയ്ക്ക് ബൾബുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്പം കൂടുതലായിപ്പോയി. അതുകൊണ്ട് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കളർ വന്നൊന്നും വരികയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി ഒട്ടിച്ചെടുത്തത്. ഇത്രയും മാല ബൾബുകളൊക്കെ നമ്മുടെ വീട്ടിൽ പഴയതൊക്കെ ഇരിപ്പ് കാണും. അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നും വരികയില്ല. ഇനിയുള്ളതാണ് നമുക്ക് പ്രധാന ഐറ്റം വരുന്നത്. നമ്മൾ കാശ് മുടക്കേണ്ട സാധനം വരുന്നത്. എല്ലാ വീട്ടിലും ഒന്നും കണ്ടൊന്നും വരികയില്ല. അതുകൊണ്ട് നമ്മൾ കാശ് മുടക്കി വാങ്ങിക്കുക തന്നെ വേണം. ടിഷ്യൂ പേപ്പർ പാക്കറ്റിന് കൂടിപ്പോയാൽ അത് 50 രൂപയേ വരികയുള്ളൂ. ഞാനിപ്പോൾ 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 3 പാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. പേപ്പർ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു അത്യാവശ്യം നല്ല പേപ്പർ തന്നെ വാങ്ങിക്കണേ. നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതിനെക്കൊണ്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാകും. അതുകൊണ്ട് അത്യാവശ്യം നല്ല പേപ്പർ തന്നെ നമ്മൾ വാങ്ങിക്കണം. പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പേപ്പർ സൈഡ് നോക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം കട്ട് ചെയ്യുന്നതിൻ്റെ വിട്ടുപോകില്ലാത്ത ഭാഗം നോക്കിയിട്ട് ഇതുപോലെ അടുക്കിയെടുക്കുക. അടുക്കി നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. സൈഡ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആ സൈഡ് ആദ്യമേ നോക്കി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡ് നോക്കി കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. ചെറിയ പീസായിട്ട് ഒരു പകുതി പേപ്പറിൻ്റെ പകുതിക്ക് മേളിൽ വരെ നിന്നാൽ മതി. ഒരുപാട് മേളിലേക്ക് കീറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോകും. അത് നമ്മൾ നോക്കി വേണം ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് എടുക്കാൻ. ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്. കുറച്ച് ക്ഷമയൊക്കെ ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും മുതൽ മുടക്കിൽ, ഇത്രയും കുറഞ്ഞ ചിലവിൽ ഒരു നല്ലൊരു ട്രീ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഓരോ പേപ്പർ തമ്മിൽ ഇങ്ങനെ പീസാക്കി എടുക്കണം. അതിൻ്റെ ഇതളുകളൊന്നും പോകാതെ നമ്മൾ അത് നോക്കി വേണം എടുക്കാൻ. ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്യേണ്ട പണിയാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസ്കിംഗ് ടേപ്പ് വേണം. മാസ്കിംഗ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ ടേപ്പ് എന്നൊക്കെ പറയും. നല്ല ലേഡി സ്റ്റോറിലും പെയിൻറ്റ് കടകളിൽ എന്തായാലും ഉണ്ട്. നല്ല ലേഡി സ്റ്റോറിലും ഒക്കെ കിട്ടുന്ന സാധനമാണ്. പേപ്പർ ടേപ്പ് ആകുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒട്ടിച്ചത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇളക്കിയെടുത്ത് ഒട്ടിക്കുന്നതിന് കുഴപ്പമില്ല. അതാണ് നമുക്ക് പേപ്പർ ടേപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇങ്ങനെ പീസാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ
വെച്ചിട്ട് നമുക്ക് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മേശയിലാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ മേശയിലേക്ക് ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇങ്ങനെ ഞുറിയിട്ട് എടുക്കണം. പേപ്പർ ഞുറിഞ്ഞ് പതിയെ ഒട്ടിച്ചെടുക്കണം. തയ്യൽ മെഷീനൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ എളുപ്പമുണ്ട്. തയ്യൽ മെഷീനിൽ ഞുറിയിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി എന്തെങ്കിലും. നൂല് വരുന്നതുകൊണ്ട് പേപ്പറിന് ഒരു ബലവും കിട്ടും, നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പണിക്കാർ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രീയിലേക്ക് ഒട്ടിക്കാനുള്ള സെറ്റപ്പ് ചെയ്തു തരണം. അതിനുവേണ്ടി നമുക്ക് നേരത്തെ നമ്മൾ ഒട്ടിച്ചെടുത്ത ആ പേപ്പർ ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നു. ഇങ്ങനെ ഒട്ടിച്ചെടുത്തതുകൊണ്ട് എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ രണ്ടാമത് പിന്നെ ചെയ്തപ്പം അത് മാറ്റി ചെയ്യുകയാണ് ചെയ്തത്. ഫുള്ളായിട്ട് എടുത്തില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വയറ് വരുന്ന ഭാഗങ്ങളിൽ ചുരുണ്ട് കൂടിയതുപോലെ വരും. അതുകൊണ്ട് അങ്ങനെ ഒട്ടിക്കുന്നതിനെക്കാട്ടിലും ഭേദം നമുക്ക് ഇത് ചുറ്റി പോകുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും സ്പോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ താഴേന്ന് മുകളിലേക്കാണ് ചെയ്യുന്നത്. താഴേന്ന് മുകളിലേക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ ഒട്ടിക്കുമ്പം മേളിൽ വരുന്ന ടേപ്പ് മറിഞ്ഞു പോകണം. നമ്മൾ വീടൊക്കെ മേയുമ്പം താഴേന്ന് മുകളിലേക്കാണ് ചെയ്തു പോകുന്നത്. അതായത് അടുത്ത ലെയർ വരുമ്പം ഇതിൻ്റെ മേളിലേക്ക് കവറായിട്ട് കിടക്കാൻ വേണ്ടി. അങ്ങനെ ചുറ്റി വരുമ്പം മാസ്കിൻ ടേപ്പിൻ്റെ അടിയിലായി പോകരുത് ബൾബ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മാസ്കിൻ ടേപ്പിൻ്റെ പുറത്തേക്ക് വെളിച്ചം കിട്ടുകയില്ല. അപ്പോൾ ഈ വൈറ്റ് പേപ്പറിൻ്റെ അടിയിലായിരിക്കണം ബൾബ് കിടക്കാൻ. ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീയുടെ പരിപാടി ഏതാണ്ട് തീരും. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് വരുമ്പോൾ ഒരു ചെറിയ പരിപാടിയുണ്ട്. ആ മേളത്തെ ടേപ്പ് കാണാതെ ഇരിക്കാൻ വേണ്ടി ഏറ്റവും മേളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ചുറ്റി ഒട്ടിച്ച് നടത്തുക. ഒട്ടിച്ച് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പീസ് എടുക്കണം. അടുത്തൊരു ചെറിയ പീസ് നമ്മൾ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ട് തിരിച്ച് മേളിലേക്കാണ് ഒട്ടിക്കുന്നത്. താഴത്തെ ടേപ്പ് കൂട്ടി തന്നെ അതിൻ്റെ മേളിൽ നമ്മൾ ടേപ്പ് തിരിച്ച് മേളിലേക്ക് ഒട്ടിക്കുന്നു. അടുത്ത് നമുക്ക് നമ്മുടെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് തന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിങ്ങനെ ടേപ്പ് പുറത്തേക്ക് മടക്കി കഴിയുമ്പോഴത്തേക്കും പശ അതിൻ്റെ വെളിയിലാവും. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും പശയായിട്ട് നിൽക്കും. അങ്ങനെ 2-3 പീസ് നമ്മളിങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കൂട്ട് പേപ്പർ ഒരെണ്ണം എടുക്കണം. അത് ടേപ്പ് ഒന്നും ഒട്ടിക്കേണ്ട, ഞൊറിഞ്ഞൊന്നും ഒട്ടിക്കാതെ ഉള്ള പേപ്പർ മതി. അത് ഒട്ടിച്ചിട്ട് ഇതുപോലെ മാസ്കിൻ ടേപ്പ് ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നു. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതേലേക്ക് നമ്മൾ മേളിലേക്ക് തന്നെ തിരിച്ച് വെച്ച് അതിൻ്റെ ആ ലീഫ് മേളിലേക്ക് വരുന്ന പോലെ, ഇതളുകൾ മേളിലേക്ക് വരുന്ന പോലെ നമ്മൾ ചുറ്റിയെടുത്ത് 1-2 റൗണ്ട് ചുറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അത് കവറാകുന്ന പോലെ നോക്കി സെറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചെടുക്കുന്നു. ഒട്ടിച്ചെടുത്ത് ആ ഇതളുകൾ താഴേക്ക് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ. ഇനി നമുക്ക് ഡെക്കറേഷൻ ഐറ്റം ഒക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പേപ്പറിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചരടൊന്നും കാണാതെ നമ്മൾ ആ ഡെക്കറേഷൻ ഐറ്റം മാത്രം കാണുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കട്ടിയുള്ള പേപ്പർ ഇല്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവേ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ ഈറ്റ വല്ലതും കീറിയെടുത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ സെറ്റ് ചെയ്യുക. കെട്ടിയിട്ടിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ വെറും കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്ത് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് ഇങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. താഴേന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഊർന്ന് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേളിൽ നിന്ന് നമ്മൾ ഇട്ട് വരുവാണെങ്കിൽ മേളിൻ്റെ പിടുത്തമുള്ളതുകൊണ്ട് താഴേക്ക് കടന്നോളും. ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്താൽ മതി. കുറച്ച് 2-3 ലെയറുകളായിട്ട് നനച്ച് ഇട്ടിട്ടങ്ങ് കൊടുത്ത് സെറ്റായിട്ട് എടുക്കാൻ പറ്റും.